ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മട്ടാഞ്ചേരി ഐലൻഡ് ജലമെട്രോ ടെർമിനൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചി, തോപ്പുംപടി എന്നിവിടങ്ങളിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായും കടമക്കുടിയിലെ ടെർമിനൽ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അരക്കോടിയിലേറെ പേർ കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തതായാണ് കണക്ക്. മുംബൈ ഉൾപ്പെടെ 20 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സാധ്യതാ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളും അതിനോടൊപ്പം ചേരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് മാറും. ഇത് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിന്റെ നിർണായകമായ ഒരു തുറന്നുവെപ്പായിരുന്നു. 2024 5 ടെർമിനലുകൾ കൂടി ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോ ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. സെപ്റ്റംബർ 27 അദ്ദേഹം ലോകത്തിന് തന്നെ ഒരു മാതൃകയിൽ കേരളയിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന 394 കുടുംബങ്ങൾക്ക് അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന രൂപത്തിൽ ആധുനിക നിലവാരത്തിലുള്ള ഫ്ലാറ്റുകളുടെ സമർപ്പണത്തിലാണ്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, MLA-മാരായ KJ മാക്സി, TJ വിനോദ്, ഡെപ്യൂട്ടി മേയർ K ആൻസിയ, കൗൺസിലർ T പത്മകുമാരി, KMRL MD ലോക്നാഥ് ബെഹ്റ എന്നിവർ സംസാരിച്ചു. 38 കോടി രൂപ ചിലവിലാണ് 2 ടെർമിനലുകളും പണി കഴിപ്പിച്ചത്. ഇതോടെ വാട്ടർ മെട്രോ ടെർമിനലുകളുടെ എണ്ണം 12 മാറി. 8000 ചതുരശ്രടി വലിപ്പത്തിലുള്ള മട്ടാഞ്ചേരി ടെർമിനൽ പൈതൃകമുറങ്ങുന്ന ഡച്ച് പാലസിന് തൊട്ടടുത്താണ്. പഴയ ഫെറി ടെർമിനലിന് അടുത്താണ് 3000 ചതുരശ്രടി വിസ്തീർണമുള്ള വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനൽ. പൈതൃക സമ്പത്ത് സംരക്ഷണ ഭാഗമായി 2 ടെർമിനലുകളും പൂർണ്ണമായും വെള്ളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൃക്ഷങ്ങളും പച്ചപ്പും അതേപടി നിലനിർത്തിയിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലെയും വില്ലിംഗ്ടൺ ഐലൻഡിന്റെയും ചരിത്ര പൈതൃകത്തിന് ചേർന്ന നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. 2 പ്രദേശത്തെയും വാണിജ്യ, ബിസിനസ്, ടൂറിസം വികസനത്തിനും വാട്ടർ മെട്രോയുടെ വരവ് ഊർജ്ജം പകരും. മട്ടാഞ്ചേരി ടെർമിനൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രിയും മറ്റുള്ളവരും വാട്ടർ മെട്രോയിൽ ഐലൻഡ് ടെർമിനലിലേക്ക് യാത്ര ചെയ്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.